ആകാശവാണി നമസ്കാരം. സേവാ പർവിന്റെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന ചർച്ചാ പരമ്പരയിലേക്ക് സ്വാഗതം. മണ്ണിൽ വിളയുന്ന വിജയഗാഥകൾ, കൃഷിയിടങ്ങളെയും കർഷകരെയും ശാക്തീകരിക്കാം എന്ന വിഷയം ചർച്ച ചെയ്യാൻ ഇന്ന് നമ്മോടൊപ്പം അതിഥിയായുള്ളത് ICAR കൃഷി വിജ്ഞാൻ കേന്ദ്ര മിത്രനികേതൻ സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് ഇൻ അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് G. ചിത്ര. ഒപ്പം ഞാൻ കാർത്തിക. മാം, ചർച്ചയിലേക്ക് സ്വാഗതം. നമസ്കാരം. മാഡം, ആദ്യമായി ഇന്ത്യൻ കാർഷിക മേഖലയുടെ ദീർഘകാല വികസനം ഉറപ്പാക്കുന്നതിൽ ആരോഗ്യമുള്ള മണ്ണിന്റെ പങ്കിനെ എങ്ങനെയാണ് കാണുന്നത്? പാരമ്പര്യ കൃഷി വികാസ് യോജന പോലുള്ള പദ്ധതികളൊക്കെ ഇതിനെങ്ങനെ സഹായകരമാകും? തീർച്ചയായും നമ്മുടെ ഈ ചർച്ച തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ഡോക്ടർ MS സ്വാമിനാഥനെ അനുസ്മരിച്ചുകൊണ്ട് തന്നെ നമുക്കിത് തുടങ്ങാവുന്നതാണ്. 1960കളിൽ ഭാരതത്തിന്റെ ധാന്യവിളകളുടെ ഉൽപാദനക്ഷമത വളരെ പുറകോട്ടായതിനാൽ നെല്ല്, ഗോതമ്പ്, പച്ചക്കറി ഇത്യാദി വിളകളുടെ ഉൽപാദനം വളരെ പുറകോട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളും ഫെർട്ടിലൈസറുകളും, കെമിക്കൽ ഫെർട്ടിലൈസർ അഥവാ രാസവളങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മൾ ദ്രുതഗതിയിലുള്ള ഒരു കൃഷി രീതിയാണ് ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ അവലംബിച്ച് വന്നിരുന്നത്. ആയതിനാൽ ഏറ്റവും കുറഞ്ഞ ഉൽപാദനത്തിൽ നിന്നിരുന്ന ഭാരതം ഹരിത വിപ്ലവത്തിലൂടെ കൂടുതൽ, അതായത് നമ്മുടെ ജനസംഖ്യയ്ക്ക് ആവശ്യമായി വേണ്ടി വരുന്ന ഉൽപാദനക്ഷമതയിൽ ഇരട്ടിയിലധികം നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിച്ചു എന്നുള്ളത് വളരെ നേട്ടകരമായ ഒരു കാര്യം തന്നെയാണ്. അതിൽ തന്നെ നമുക്ക് ഈ മണ്ണിന്റെ കാര്യം ഏറ്റവും അധികം പ്രാധാന്യം അർഹിക്കുന്നതാണ്. ഏത് വിളകളാണെങ്കിലും ആദ്യമായി നമ്മൾ മണ്ണിന്റെ ബുദ്ധിമുട്ടുകൾ, അതായത് മണ്ണിലെ മൂലകങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കിയിട്ടുള്ള കൃഷിരീതിയാണ് കർഷകർ അവലംബിച്ച് വരുന്നത്. കേന്ദ്ര സർക്കാരിന്റെ PKVY ഏറ്റവും അധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു സ്കീം തന്നെയാണ് അതിൽ. അപ്പോൾ നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പ്രാഥമികമായും മണ്ണ് പരിശോധന ചെയ്തതിനു ശേഷം മാത്രമേ കർഷകർ കൃഷി അവലംബിച്ച് തുടങ്ങാൻ പാടുകയുള്ളൂ. അതോടൊപ്പം തന്നെ കേരളത്തിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അസിഡിറ്റി കൂടിയ മണ്ണ് ആയതിനാൽ തന്നെ ഡോളമൈറ്റ്, കുമ്മായം പോലുള്ള വളങ്ങൾ നമ്മൾ മണ്ണിൽ നിക്ഷേപിച്ചതിന് ശേഷം മാത്രമേ കർഷകർ കൃഷി അവലംബിച്ച് തുടങ്ങാൻ പാടുള്ളൂ. അതോടൊപ്പം തന്നെ ധാരാളം കാർഷിക സർവകലാശാലയും റിസർച്ച് സ്റ്റേഷനുകളും ഒക്കെ പുതിയ ഇനം സൂക്ഷ്മ മൂലക കൂട്ടുകൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. തെങ്ങിലേക്കായി കൽപ്പവർദ്ധിനി, കൽപ്പപോഷക്, കേരള കാർഷിക സർവകലാശാലയുടെ തന്നെ KAU സമ്പൂർണ്ണ മൾട്ടി മിക്സ്, അത് നെല്ല്, വാഴ, പച്ചക്കറി ഇനങ്ങൾക്ക് ലഭ്യമാണ്. അയർ പോലുള്ള സൂക്ഷ്മ മൂലകക്കൂട്ട് വാഴയ്ക്ക് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ കർഷകർ തീർച്ചയായിട്ടും കൃഷി തുടങ്ങുന്നതിന് മുന്നേ തന്നെ മണ്ണ് പരിശോധന നടത്തി മണ്ണിന്റെ മൂലകത്തിന്റെ കുറവുകൾ മനസ്സിലാക്കിയിട്ടുള്ള പ്രാഥമിക വളപ്രയോഗം ചെയ്യുകയും അതിനുശേഷം പത്രപോഷണം ചെയ്യുന്നതിലേക്കായി സൂക്ഷ്മ മൂലക കൂട്ടുകൾ ഉപയോഗിച്ച് കൃഷി അവലംബിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃഷിയുടെ ഉൽപാദന ശേഷി ഇരട്ടിക്കാനായിട്ട് സാധിക്കും. നമ്മുടെ രാജ്യത്ത് ഈ ഗുണമേന്മയുള്ള വിത്തുകളുടെ ഉപയോഗം ഏത് രീതിയിലാണ് കേന്ദ്ര സർക്കാർ മുൻകൈയെടുത്ത് പ്രാധാന്യം നൽകി വരുന്നത്? തീർച്ചയായിട്ടും ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിൽ ഓരോരോ കാലഘട്ടത്തിലും സ്ട്രെസ് റെസിസ്റ്റന്റ് വെറൈറ്റീസ്, അതായത് ഓരോ അവസ്ഥയ്ക്കും, മണ്ണിന്റെ അവസ്ഥയ്ക്കും അതേപോലെ തന്നെ രോഗപ്രതിരോധ ശേഷിയുള്ള വിത്തിനങ്ങൾ, ഡ്രൗട്ട് റെസിസ്റ്റന്റ് വെറൈറ്റീസ്, അതായത് ജലം ഇല്ലാത്ത അവസ്ഥയിലും വരൾച്ചയിലും നമുക്ക് നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ സാധിക്കുന്ന ഹ്രസ്വകാല നെൽവിത്തിനങ്ങൾ എന്നിവയെല്ലാം തന്നെ ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള GM മോഡിഫൈഡ് വിത്തിനങ്ങൾ ഈ ഇടക്കാല ഘട്ടത്തിൽ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരം വിത്തിനങ്ങൾ ഓരോ കാലഘട്ടത്തിലും കാർഷിക സർവകലാശാല മുഖാന്തരമോ അല്ലെങ്കിൽ ഏത് സംസ്ഥാനത്തിലെയും കാർഷിക സർവകലാശാലകൾ പുറത്തിറക്കുന്ന വിത്തിനങ്ങൾ അതത് സംസ്ഥാനത്തിനുള്ള കർഷകരും അതോടൊപ്പം തന്നെ റിസർച്ച് സ്റ്റേഷനുകൾ, അതായത് പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്ന സ്റ്റേഷനുകളിൽ നിന്നുള്ള വിത്തിനങ്ങളും അത് കൃഷി വകുപ്പ് മുഖേന കൃഷിഭവനിലൂടെയോ കൃഷി വിജ്ഞാന കേന്ദ്രങ്ങളിലൂടെയോ കർഷകരുടെ കയ്യിൽ എത്തിച്ചേരുന്നതാണ്. ഇത്തരം വിത്തിനങ്ങളും ഇത്തരം അത്യുൽപാദന ശേഷിയുള്ള തൈകളും കൃഷി ചെയ്യുന്നതിലൂടെ കർഷകർക്ക് ഒരു പ്രത്യേക രോഗത്തെ പ്രതിരോധിക്കാനോ അല്ലെങ്കിൽ കാലാവസ്ഥയെ പ്രതിരോധിക്കുന്ന രീതിയിലുള്ള വിത്തിനങ്ങൾ കൃഷി ചെയ്യുന്നതിലൂടെ തന്നെ ഹ്രസ്വകാല വിളകൾ ചെയ്ത് പെട്ടെന്ന് തന്നെ വിളവെടുത്ത് കർഷകർക്ക് അവരുടെ ഉൽപാദനം വർദ്ധിപ്പിച്ചുകൊണ്ട് നല്ലൊരു കാർഷിക വരുമാനം നേടാവുന്നതാണ്. ഈ വരുമാനത്തെക്കുറിച്ച് പറയുമ്പോൾ കേവലം ഉപജീവന മാർഗം എന്ന രീതിയിൽ നിന്ന് ലാഭകരമായ ഒരു സംരംഭം എന്നതിലേക്ക് കാർഷിക രംഗത്തെ മാറ്റാനാണ് കേന്ദ്ര സർക്കാർ ഉൾപ്പെടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിലിപ്പോ കർഷകർ നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? അതിന് സർക്കാർ നൽകുന്ന പിന്തുണ എന്താണ്? PM ധൻധാന്യ പദ്ധതിയെ കുറിച്ചൊക്കെ നമ്മൾ അടുത്ത
കാലത്തും കേട്ട് കഴിഞ്ഞതാണ്. തീർച്ചയായിട്ടും കർഷകർ വളരെ അധികം പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടാണ് ഒരു വിള നെൽവിത്തിടുക അല്ലെങ്കിൽ വിത്തുകൾ തൈകൾ കൃഷിഭൂമിയിൽ നട്ടതിന് ശേഷം ഉൽപാദനം, അതായത് വിളവെടുക്കുന്നത് വരെയുള്ള ഘട്ടത്തിൽ ധാരാളം പ്രശ്നങ്ങൾ കർഷകർ അഭിമുഖീകരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കർഷകർ ഏറ്റവും അധികം വെല്ലുവിളി നേരിടുന്നത് മാറി വരുന്ന കാലാവസ്ഥയോടൊപ്പം തന്നെ കൂടുതലായി വരുന്ന കൃഷിച്ചെലവ്. കാർഷിക മേഖലയിലെ വരുമാന വർധനവ് ഉണ്ടാക്കണമെങ്കിൽ തീർച്ചയായും കർഷകർ ഓരോ വിളവിന്റെയും ഉൽപാദനക്ഷമത കൂട്ടേണ്ടതായിരിക്കുന്നു. ഈ ഉൽപാദനക്ഷമത കൂട്ടണമെങ്കിൽ കൂടുതലായുള്ള അത്യാധുനിക നവീനമായിട്ടുള്ള സാങ്കേതിക വിദ്യകൾ കർഷകർ അവലംബിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ കേന്ദ്ര സർക്കാർ മുൻതൂക്കം നൽകിയിരിക്കുന്നതാണ് PMDDKY, അതായത് പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന എന്ന സ്കീം. 100ഓളം ജില്ലകൾ തിരഞ്ഞെടുക്കുകയാണ് കേന്ദ്ര സർക്കാർ ഇതിൽ തീരുമാനിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും അധികം വിളവ് ഉൽപാദനം കുറവ് വരുന്ന ജില്ല ഏതാണ് അത് ഐഡന്റിഫൈ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ മൾട്ടി ക്രോപ്സ്, അതായത് ധാരാളം വിളകൾ ഒരുമിച്ച് കൃഷി ചെയ്യാത്ത മേഖലകൾ, സാങ്കേതിക വിദ്യ ഒട്ടും എത്തിയിട്ടില്ലാത്ത ജില്ലകൾ ഏതൊക്കെയാണ്, ദക്ഷിണേന്ത്യയിലും ഉത്തരേന്ത്യയിലുമുള്ള 100ഓളം ജില്ലകൾ നമ്മൾ തിരഞ്ഞെടുക്കുന്നു. അതിൽ സബ്സിഡി നിരക്കിലുള്ള പുതിയ സാങ്കേതിക വിദ്യകൾ നൽകുന്നു. അതായത് കൂടുതലായിട്ടും അതിൽ പറയാൻ സാധിക്കുക ഫെർട്ടിലൈസർ നൽകുന്നു, ഫാം എക്യുപ്മെന്റ്സ് നൽകുന്നു, ട്രെയിനിങ്സ് നൽകുന്നു. ഇതിലൂടെയെല്ലാം തന്നെ കർഷകർക്ക് അവരുടെ കൃഷി ചെലവ് കുറച്ചുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഉൽപാദനം കൂട്ടുവാനായിട്ട് സാധിക്കുന്നതാണ്. അതായത് പറഞ്ഞു വരുന്നത് ഇന്ത്യയിലെ പരമ്പരാഗത കൃഷി രീതികളും ആധുനിക കൃഷിയും തമ്മിലുള്ള ഒരു വിടവ് നികത്താനായിട്ട് സാങ്കേതിക വിദ്യ വളരെ ഫലപ്രദമായിട്ടാണ് നമ്മുടെ രാജ്യത്ത് പ്രയോജനപ്പെടുത്തുന്നത്. അങ്ങനെയല്ലേ? അതെ അതെ. അപ്പൊ കർഷകർക്ക് സാമ്പത്തിക സ്ഥിരത ഉറപ്പാക്കുന്നതിൽ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതി എത്രത്തോളം ഫലപ്രദമാണെന്ന് കൂടി ഒന്ന് വിശദീകരിക്കാമോ? PM കിസാൻ സമ്മാൻ നിധി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോ വർഷവും 3 ഘടുക്കളായിട്ട് 2000 രൂപ കർഷകരുടെ അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ സംവിധാനം വഴി ലഭ്യമാകുന്നു. ഭാരതത്തിലെ കർഷകരെല്ലാം തന്നെ സ്മോൾ ആൻഡ് മാർജിനൽ ഫാമേഴ്സ്, 80% വരുന്ന കർഷകരും സ്മോൾ ആൻഡ് മാർജിനൽ ഫാമേഴ്സ് വിഭാഗത്തിൽ പെടുന്നതാണ്. ഇപ്പൊ കേരളത്തിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ കേരളത്തിലെ കർഷകന്റെ ശരാശരി കൈവശ ഭൂമിയുടെ വിസ്തീർണം എന്ന് പറയുന്നത് 30 മുതൽ 50 സെന്റ് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഇത്തരം ചെറിയ ഒരു സാങ്കേതിക സഹായത്തിന്റെ ഒരു കൈത്താങ്ങ് കർഷകർക്ക് വലിയൊരു മുതൽക്കൂട്ടാണ്. നമ്മുടെ രാജ്യത്ത് ഇന്ന് നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് ധാരാളം പ്രകൃതി ദുരന്തങ്ങൾ പല മേഖലയിലും, പ്രത്യേകിച്ചും കാർഷിക മേഖലയെ വല്ലാതെ പിടിച്ചുലയ്ക്കുന്ന ഒരു സംഭവമാണ് പ്രകൃതി ദുരന്തങ്ങൾ എന്ന് പറയുന്നത്. ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ മൂലമുണ്ടാകുന്ന വിളനാശത്തിൽ നിന്ന് കർഷകരെ രക്ഷിക്കുന്നതിൽ പ്രധാനമന്ത്രി ഫസൽ ബീമ യോജനയുടെ സ്വാധീനം ഒന്ന് പറയാമോ? കേന്ദ്ര സംസ്ഥാന സർക്കാർ ഒരുമിച്ച് സംയുക്തമായിട്ടാണ് ഈ പദ്ധതി ഭാരതത്തിൽ നടപ്പിലാക്കുന്നത്. AIC അഥവാ അഗ്രി ഇൻഷുറൻസ് കമ്പനിയാണ് ഇത് കൃഷിഭൂമികളിൽ വിവിധ ഘട്ടങ്ങളിലായിട്ട് ഫീൽഡ് ഇൻസ്പെക്ഷൻ നടത്തി നടപ്പിലാക്കുന്നത്. പ്രധാനമായും കാറ്റ്, വെള്ളപ്പൊക്കം, വരൾച്ച, രോഗകീടങ്ങളുടെ ആക്രമണം, അന്തരീക്ഷത്തിന്റെ താപനില കൂടുന്നത് മൂലമുണ്ടാകുന്ന കൃഷിനാശം എന്നിവ നേരിട്ട് അഗ്രികൾച്ചറൽ വെതർ സ്റ്റേഷനുകൾ മുഖാന്തരം ഡേറ്റകൾ എടുത്തതിന് ശേഷം തത്സമയത്തിലൂടെ ലഭ്യമാകുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ പ്രീമിയം ഇൻഷുറൻസ് തുക ഓരോ വിളകൾക്കും നിശ്ചയിച്ചിരിക്കുന്ന തുക അടയ്ക്കുന്ന കർഷകർക്ക് തീർച്ചയായും അവരുടെ അക്കൗണ്ടിലേക്ക് ആ ഒരു തുക ലഭ്യമാകുന്നതാണ്. ഖരീഫ് റബി വിളകൾ എന്ന രീതിയിൽ 2 ഇനം വിളകളായിട്ടാണ് അതിനെ തരം തിരിച്ചിരിക്കുന്നത്. നെല്ല്, വാഴ, കവുങ്ങ്, കുരുമുളക്, മഞ്ഞൾ, ജാതി, കൊക്കോ, വെറ്റില, ഏലം, ഗ്രാമ്പു എന്നിങ്ങനെ അനവധ്യമായ വിളകൾക്ക് ഇതിന്റെ നഷ്ടപരിഹാരം കർഷകർക്ക് ലഭ്യമാകുന്നതാണ്. ഓൺലൈൻ സംവിധാനത്തിലൂടെ തന്നെ അവർക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. ഉദാഹരണത്തിന് നെല്ലിന് അടയ്ക്കേണ്ട പ്രീമിയം തുക 6.4 സെന്റിലേക്ക് നമുക്ക് ഒരു ഹെക്ടറിലേക്ക് വരുന്ന ഇൻഷുറൻസ് തുക 80,000 രൂപയാണ് ഇൻഷുറൻസ് തുക പ്രീമിയം അടച്ച കർഷകർക്ക് ലഭ്യമാകുന്നത്. വാഴയ്ക്കാണെങ്കിൽ ഒരു പ്ലാന്റിന് 3 രൂപ എന്ന നിലയ്ക്ക് അടച്ചു കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെതായ ഒരു നിശ്ചയിക്കപ്പെട്ട ഇൻഷുറൻസ് തുക ലഭ്യമാകുന്നതാണ്. തീർച്ചയായിട്ടും AICയുമായി കർഷകർ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ പ്രീമിയം തുക മുന്നേ കൂട്ടി അടച്ച കർഷകർക്ക് കാലാവസ്ഥ മൂലമുണ്ടാകുന്ന വിളനാശത്തിന്റെ സബ്സിഡി റേറ്റ് അവരുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് ലഭ്യമാകുന്നതാണ്. സോയിൽ ഹെൽത്ത് കാർഡ് പദ്ധതിയെക്കുറിച്ച് താങ്കളുടെ കാഴ്ചപ്പാട് എന്താണ്? മണ്ണിന്റെ ഫലഭൂയിഷ്ഠതയും വിള ഉൽപാദനക്ഷമതയും മെച്ചപ്പെടുത്താൻ കർഷകരെ സഹായിക്കുന്നതിൽ ഇത് ഗണ്യമായി വ്യത്യാസം നമ്മുടെ രാജ്യത്ത് വരുത്തിയിട്ടുണ്ടോ? തീർച്ചയായും മണ്ണിന്റെ ഗുണനിലവാരം അറിഞ്ഞ് മണ്ണറിഞ്ഞുള്ള വളപ്രയോഗം കർഷകർക്ക് ചെയ്യുന്നതിനേക്കായി സർക്കാർ നേരിട്ട് നൽകുന്ന ഒരു മാർഗരേഖയാണ് സോയിൽ ഹെൽത്ത് കാർഡ്. നാളിതുവരെ 25 കോടി സോയിൽ ഹെൽത്ത് കാർഡ് ഭാരതത്തിലെ വിവിധ കർഷകർക്ക് ഒരു വർഷത്തിൽ പല ഘട്ടങ്ങളിലായിട്ട് ലഭ്യമാക്കിയിട്ടുണ്ട്. മണ്ണിന്റെ ആരോഗ്യം മനസ്സിലാക്കാതെ ചെയ്യുന്നതിലൂടെ അവരുടെ ഇൻപുട്സ്, അതായത് വളത്തിന്റെ
അതിന്റെ ചെലവും വളം നിക്ഷേപിക്കുന്നതിന്റെ തോതും കൂടുന്നതോടൊപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന വിളവ് കർഷകന് ചിലപ്പോൾ ലഭ്യമാകില്ല. അതിനാൽ ഓരോ പ്രദേശത്തിലും കർഷകർ ഓരോ വിളവെടുത്തതിന് ശേഷവും മണ്ണ് സാമ്പിൾ ശേഖരിച്ച് മണ്ണ് പരിശോധന നടത്തിക്കഴിഞ്ഞാൽ നമ്മുടെ മണ്ണിൽ ഏത് മൂലകമാണ് കുറവ് എന്ന് മനസ്സിലാക്കി അത് എക്സ്പേർട്ടിന്റെ നിർദ്ദേശപ്രകാരം അതിനനുസരിച്ചുള്ള വളപ്രയോഗം ചെയ്തു കഴിഞ്ഞാൽ കൃഷി ചെലവ് കുറയ്ക്കുന്നതോടൊപ്പം തന്നെ വിളവുൽപാദനം കൂട്ടുവാനും സാധ്യമാകും. സോയിൽ ഹെൽത്ത് കാർഡിൽ അതിന്റെ പ്രാഥമിക വിവരങ്ങളാണ് രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക. കർഷകന്റെ പേര്, കർഷകൻ ഏത് വില്ലേജ്, ഏത് പഞ്ചായത്തിൽ നിന്നുള്ള കർഷകനാണ് അത് രേഖപ്പെടുത്തുന്നു, മുന്നേ ഏത് വിളയാണ് ഈ കൃഷിഭൂമിയിൽ ചെയ്തിരുന്നത് അത് അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. ആ വിളവെടുത്തതിന് ശേഷം അതിലെ മണ്ണ് ശേഖരിച്ചതിന് ശേഷം ആ മണ്ണിൽ നിന്നും നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നിവയുടെ അളവ് പരിശോധിച്ചപ്പോൾ എത്രയാണ് നമുക്ക് ലഭ്യമായത്, അതേപോലെ തന്നെയാണ് pH, മൈക്രോ ന്യൂട്രിയൻസ്. അപ്പൊ ഇത്തരം മൂലകങ്ങളുടെ തോത് നിലവിൽ മണ്ണ് പരിശോധിക്കുമ്പോൾ എത്രയാണെന്ന് നമ്മുടെ ലാബുകളിൽ നിന്നും റിപ്പോർട്ട് പ്രകാരം കർഷകന് ലഭിക്കും. അപ്പൊ കൃത്യമായിട്ടും ആശങ്കകൾ കൂടാതെ കർഷകർക്ക് മണ്ണിലെ അവസ്ഥ എന്താണ്, അതിനുശേഷം ഏത് വിളയാണോ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൽ എത്രമാത്രം വളങ്ങൾ നൽകണം എന്നുള്ള അറിവും അവർക്ക് ലഭ്യമാവുന്നതാണ്. നമുക്കറിയാം, മണ്ണിന്റെ ഒപ്പം പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് കൃഷിയിലെ ജലം. ജലസേചനത്തിന്റെയും ജലവിനിയോഗത്തിന്റെയും പ്രശ്നം പരിഹരിക്കുന്നതിൽ പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന എത്രത്തോളം പ്രധാനമാണ്? PMKSY ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു കേന്ദ്ര സർക്കാരിന്റെ സ്കീമാണ്. വിത്തും വളത്തോടൊപ്പം തന്നെ പ്രാധാന്യം അർഹിക്കുന്നതാണ് കൃഷിയിൽ കൃത്യമായ സമയത്ത് ജലസേചനം ലഭ്യമാക്കുക. നമുക്കറിയാം, മൈക്രോ ഇറിഗേഷൻ സിസ്റ്റം അഥവാ സൂക്ഷ്മ ജലസേചന രീതികളുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് മോർ ക്രോപ്പ് പെർ ഡ്രവ്, അതായത് ഓരോ തുള്ളിയിൽ നിന്നും അധിക വിളവെന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഡ്രിപ്പ് ഇറിഗേഷൻ, സ്പ്രിംഗ്ലർ ഇറിഗേഷൻ, അതായത് തുള്ളിനന, തളിനന എന്നിങ്ങനെ അത്യാധുനിക ഇറിഗേഷൻ സംവിധാനങ്ങൾ കൃഷിസ്ഥലത്ത് സ്ഥാപിക്കുന്നതിന് നമുക്ക് വളരെയധികം ചെലവ് കർഷകർക്ക് ഉണ്ടാവുന്നതാണ്. സർക്കാരിന്റെ ഈ സ്കീമിൽ അവർ അംഗത്വം എടുത്തു കഴിഞ്ഞാൽ കുറഞ്ഞത് 50 സെന്റ് കൃഷിയിടമുള്ള കർഷകർക്ക് അവരുടെ വിള ഏതാണോ അതിനനുപാതമായുള്ള മെറ്റീരിയൽ കോസ്റ്റിന്റെ 55% സബ്സിഡി PMKSY സ്കീമിലൂടെ കർഷകർക്ക് ലഭിക്കുന്നതാണ്. അപ്പൊ നമുക്ക് ഇത് ലഭ്യമാകണമെങ്കിൽ കർഷകർക്ക് അതത് ജില്ലകളിലുള്ള അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് ഓഫീസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇത്തരം സംവിധാനങ്ങൾ കർഷകർക്ക് സ്വന്തം കൃഷിഭൂമിയിൽ സ്ഥാപിക്കാവുന്നതാണ്. ശരി, ഇന്ന് നിരന്തരം കർഷകർ പറയുന്ന ഒരു പ്രശ്നമാണ് വിപണി ലഭിക്കുന്നില്ല എന്ന്. കർഷകർക്ക് മികച്ച വിപണിയും ന്യായമായ വിലയും നൽകുന്നതിലൂടെ ഈ നാം ദേശീയ കാർഷിക വിപണി ഈ കർഷകരെ ശാക്തീകരിക്കാൻ എത്രത്തോളം പ്രയോജനപ്പെടുത്തുന്നുണ്ട്? ഇലക്ട്രോണിക് നാഷണൽ അഗ്രികൾച്ചറൽ മാർക്കറ്റ്, അതായത് വളരെയധികം സപ്പോർട്ടാണ് കർഷകർക്ക് നൽകുന്നത്. എങ്ങനെയെന്നാൽ സാധാരണ രീതിയിൽ ഒരു കർഷകൻ സ്വന്തം കൃഷിഭൂമിയിൽ നിന്നും വിളവെടുത്ത ഉൽപ്പന്നം ഒരു മധ്യസ്ഥനിലൂടെയാണ് വിപണിയിലേക്ക് എത്തിക്കുന്നത്. തീർച്ചയായിട്ടും കർഷകന് ആ ഒരു ഉൽപ്പന്നത്തിന് ലഭിക്കുന്ന തുക എന്ന് പറയുന്നതും ഉപഭോക്താവിന്റെ കയ്യിൽ എത്തുന്ന തുക എന്ന് പറയുന്നതിലും വളരെയധികം വേരിയേഷൻ നേരിടുന്നുണ്ട്. നേരിട്ട് കർഷകർക്ക് ഓൺലൈനായിട്ടും അല്ലെങ്കിൽ ഉപഭോക്താവിലേക്ക് നേരിട്ട് എത്തിക്കുന്നതിനുമുള്ള കേന്ദ്ര സർക്കാരിന്റെ ഒരു നൂതനമായിട്ടുള്ള ഒരു പദ്ധതിയാണ് ഈനാം എന്ന് പറയുന്നത്. അതിൽ തന്നെ അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് മാർക്കറ്റ് കമ്മിറ്റീസ് ഏകദേശം 7000 മുതൽ 8000 APMCകൾ ഇന്ത്യയിൽ മൊത്തമായി സജീവമായി പ്രവർത്തിച്ചു വരുന്നുണ്ട്. 1300ഓളം APMC ഈനാമുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കർഷകർക്ക് ഇടനിലക്കാരുടെ ആവശ്യമില്ലാതെ തന്നെ കർഷകർ ഉദ്ദേശിക്കുന്ന തുക ഓൺലൈനായിട്ട് നേരിട്ട് അവർക്ക് പേയ്മെന്റ് ലഭ്യമാകുന്ന രീതിയിലും അവരുടെ ഉൽപ്പന്നത്തിന് അവർ ഉദ്ദേശിക്കുന്ന വില ഉപഭോക്താക്കളിൽ നിന്നും ലഭ്യമാകുന്നതിനും ഉപഭോക്താവിന് നല്ല ഉൽപ്പന്നം ലഭ്യമാകുന്നതിനും ഉള്ള ഒരു ചാനലായിട്ട് ഈനാമിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ രാജ്യത്ത് കാർഷിക രംഗത്തെ യുവജനങ്ങളുടെ പങ്കിനെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? കൂടുതൽ യുവാക്കളെ കൃഷിയിലേക്ക് ആകർഷിക്കാൻ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും എന്തൊക്കെ ഉദ്യമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്? പൊതുവെ നമ്മുടെ പ്രാഥമിക വിളകളായിട്ടുള്ള നെല്ല്, വാഴ, പച്ചക്കറി എന്നിങ്ങനെ വിവിധ ഇനം വിളകളിലേക്ക് യുവാക്കളുടെ വരവ് തീർച്ചയായിട്ടും മുൻകാലങ്ങളെ അപേക്ഷിച്ച് വർദ്ധിച്ചു തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തെന്നാൽ അവരവരുടെ പ്രധാന തൊഴിലിനോടൊപ്പം തന്നെ ഈ ഒരു കൃഷിരീതി, അതായത് നവീന ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് കൃഷി ആയാസരഹിതമാക്കിക്കൊണ്ട് പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് കർഷകർ പരമ്പരാഗത കൃഷിയോടൊപ്പം തന്നെ യുവാക്കൾ ഇതിൽ കൂടുതലായിട്ട് തന്നെ മുന്നിട്ട് വരുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാലഘട്ടത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. സേവാ പർവിന്റെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിച്ച പ്രത്യേക ചർച്ച ഇവിടെ സമാപിക്കുകയാണ്. അതിഥിയായി എത്തിയ ജി ചിത്ര മാമിന് നന്ദി.
ഏകോപനം ലെമി ജി നായർ. പങ്കെടുത്തത് ICAR കൃഷി വിജ്ഞാൻ കേന്ദ്ര മിത്രനികേതൻ സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് ഇൻ അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് G. ചിത്ര. നിർവഹണം കാർത്തിക വിശ്വംഭരൻ.